ശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും. അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. അതോടൊപ്പം ദാമ്പത്തിക ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ ചെറുപ്പത്തിലെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ചില നക്ഷത്രക്കാർക്ക് ചില കഴിവുകൾ കാണും. അങ്ങനെ പ്രത്യേക ചില കഴിവുകൾ ഉള്ള ചില നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ചില മേഖലകൾ ചില നക്ഷത്രക്കാർക്ക് ഗുണമായിരിക്കും. അങ്ങനെയുള്ള ചില മേഖലകളെക്കുറിച്ച് ഉള്ള നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പൊതുമേഖലകളിൽ, അതായത് ജനങ്ങളുമായി ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ചില നക്ഷത്രക്കാരുണ്ട്. അപ്പം അവരെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മെഡിസിൻ ഫീൽഡായിക്കോട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡായിക്കോട്ടെ, അത്തരം പല പല കഴിവുകളുള്ള ചില നക്ഷത്രക്കാരുണ്ട്. അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം പിന്നെ ചില നക്ഷത്രക്കാർക്ക് ചില മേഖലകൾ കൂടുതൽ നല്ലത്, ഇപ്പോൾ റെസ്റ്റോറൻറ്റ്, അല്ലെ വാഹനവുമായി ബന്ധപ്പെട്ട മേഖലകൾ, അല്ലെ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കുട്ടികളെ കൊണ്ട് മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം മധ്യവയസ്സിന് ശേഷം കൂടുതൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് വാർദ്ധക്യകാലത്ത് കൂടുതൽ ഗുണം അനുഭവിക്കുന്ന, അതായത് വീട്ടുകാർ നോക്കുന്ന ചില നക്ഷത്രക്കാരെ വീട്ടുകാർ കൈവിടത്തില്ല, വാർദ്ധക്യകാലത്ത് നോക്കും. അങ്ങനെയുള്ള നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എവിടെ ഒരു സാമ്പത്തിക തട്ടിപ്പുണ്ടെങ്കിലും അവിടെ പോയി ചാടുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇപ്പം പൈസ ഇടനില നിന്ന് കടം കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിലെ സ്വർണം വീട്ടുകാർ അറിയാതെ എടുത്ത് കൊടുക്കുക, എവിടെ സാമ്പത്തിക തട്ടിപ്പുണ്ടോ അവിടെ പോയി ചാടുക, അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇത്രയും പേരെക്കുറിച്ച് പറയാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്, വിശദമായിട്ട് പറയാൻ വിചാരിക്കുന്നുണ്ട്. എല്ലാം പൂർണ്ണമായിട്ട് ഒന്നുപോലും വിടാതെ പറയാൻ സാധിക്കണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ പലതും ഓർത്താണ് പറയുന്നത്, അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ പരമാവധി ഇത്രയും കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതാണ്. ഇനി ഈ പറയുന്നതെല്ലാം പൊതുഫലങ്ങളാണ്. ഈ പറയുന്ന മുഴുവനും ഒരാളുടെ ജനിച്ച സമയം, ജനിച്ച ഡേറ്റ് ഒക്കെ അനുസരിച്ച് ആ ഗ്രഹനിലയിലെ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അനുസരിച്ചും അയാളുടെ കൈരേഖ അനുസരിച്ചും ഒക്കെ ഈ ഫലങ്ങളിലൊക്കെ വ്യത്യാസം വരും. ഈ പറയുന്നതൊക്കെ പൊതുഫലങ്ങൾ തന്നെയാണ്. എങ്കിലും നമ്മൾ അറിയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് ചിലർക്കെങ്കിലും അനുഭവത്തിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് നമുക്കത് ജീവിതത്തിൽ കൂടുതൽ ഇപ്പം സാമ്പത്തിക തട്ടിപ്പിൽ പോയി ചാടാവുന്ന നക്ഷത്രക്കാർ അവരത് അറിയുന്നതുകൊണ്ട് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഗുണം മാത്രം ചെയ്യത്തുള്ളൂ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട്. പക്ഷേ പൊതുഫലമാണെന്ന് മനസ്സിലാക്കുക. ഞാൻ സാമാന്യ ഫലങ്ങളാണ് അങ്ങനെ മനസ്സിലാക്കുക. ഇതിലൊക്കെ ഡേറ്റ് ഓഫ് ബർത്തും ജനന സമയം അനുസരിച്ച് വ്യത്യാസം വരാം, അങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെയാണ് ഈ ഫലങ്ങളെല്ലാം പറയുന്നത്. എങ്കിലും അറിഞ്ഞിരിക്കുന്നതുകൊണ്ട്, ശരിയായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടാതെയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഒക്കെ ഒരു നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനും ഒക്കെ സാധിക്കും. ആ നിലയിലാണ് പറയുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഗുരുക്കന്മാരെയും ആ ഈശ്വരനെയും മഹാദേവനെയും ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ട്, കാരണം അവർ തരുന്ന ജ്ഞാനമാണ് ഞാനീ പറഞ്ഞു തരുന്നത്, ഇല്ല എൻ്റെ കഴിവൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് ഞാൻ വീഡിയോയിലേക്ക് വരാം. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക. എല്ലാ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ഒരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്നവർക്ക് ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരാറുള്ളൂ. സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും, പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യ നിറം, വിളിക്കേണ്ട ദേവൻ ദേവത, പിന്നെ ശരനൂൽ രഹസ്യങ്ങൾ, ശിവരഹസ്യങ്ങൾ, ഭദ്രകാളിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, എല്ലാം ക്ഷേത്രത്തിലേക്ക് ചെയ്യേണ്ട നല്ല കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു തരുന്ന ശരനൂൽ രഹസ്യമൊന്നും വേറെ ആരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വീഡിയോ
കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ശിവരഹസ്യങ്ങളും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ, ശാസ്ത്രരഹസ്യങ്ങളും ഒക്കെ, സ്വർണ്ണലക്ഷ്മി മന്ത്രവും മുരുകൻ്റെ രഹസ്യവും നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൈരേഖ, ഗ്രഹനില, ഹസ്തരേഖ ഒരാളെ പരിശോധിച്ച് അയാൾക്ക് വേണ്ട കാര്യം പറഞ്ഞിരിക്കും. സത്യസന്ധമായ അയാളുടെ ഉയർച്ചയ്ക്ക് വേണ്ട അതൊക്കെ ചിലപ്പോൾ ആവർത്തി ചെയ്യേണ്ടി വരും, ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. പിന്നെ ഭാഗ്യസംഖ്യ എങ്ങനെ പ്രയോജനപ്പെടുത്തണം? ഞാൻ പറഞ്ഞു, ഭാഗ്യസംഖ്യ പ്രയോജനപ്പെടുത്തുന്നവരെല്ലാം സാമ്പത്തികം ഉണ്ടാക്കുന്നുണ്ട്, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവർ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്യാവുന്നുള്ളവർ ചെയ്താൽ മതി. ചുമ്മാ ഈ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ലളിതമായ വഴിപാടേ പറയത്തുള്ളൂ. ഇതൊക്കെ ആവർത്തിക്കാമെന്നുള്ളവർ, അങ്ങനെ അല്ലെ മന്ത്രങ്ങളൊക്കെ സമയത്തിന് നല്ല കാര്യങ്ങളാണ് ചെയ്യാമെന്നുള്ളവർ മാത്രം നോക്കിയാൽ മതി എന്നാണ് പറയത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഫലം കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ളവരെ വർക്ക് എടുക്കത്തുള്ളൂ. അത് ആദ്യം പറയുന്നത് എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇനിയും വീഡിയോയിലേക്ക് വരാം. എല്ലാവരെയും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിവശിവ. ശിവോഹം. ശിവശിവ. ഞാനീ പറയുന്ന എല്ലാ അറിവുകളും ഭഗവാൻ ശിവഭഗവാന്റെ പാദങ്ങളിലും എൻ്റെ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും സമർപ്പിക്കുന്നു. എല്ലാം ശിവപാദത്തിൽ സമർപ്പിക്കുന്നു. ശിവശിവ. ശിവോഹം. ശിവശിവ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമുക്കിനിയും വിഷയത്തിലേക്ക് കിടക്കാം. ആദ്യം പറയുന്നത് വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന നക്ഷത്രക്കാർ. അപ്പം ചിലരെങ്കിലും വിചാരിക്കും, ആഹാ കൊള്ളാമല്ലോ, ആരൊക്കെയാണെന്ന് അറിയണമല്ലോ. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഈ നക്ഷത്രക്കാർ മാത്രമേ ഐശ്വര്യം കൊണ്ടുവരികയുള്ളൂ എന്നല്ല എൻ്റെ അർത്ഥം. കൂടുതൽ സാധ്യത ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ഈ പറയുന്നതല്ല കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. വീഡിയോ പറയുന്ന എല്ലാ കാര്യവും അങ്ങനെയാണ്. കൂടുതൽ സാധ്യത ഉള്ള ആ ഒരു നക്ഷത്രക്കാരെയാണ് പറയുന്നത്. അപ്പോൾ ആ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാൻ കൂടുതൽ സാധ്യതയുള്ള നക്ഷത്രക്കാർ. ആദ്യം പറയുന്നത് കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു കാർത്തിക നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്ഥിതി മിക്കവാറും മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. സാധ്യത പറയുന്നത് പിന്നെ അവനവൻ്റെ കയ്യിലിരിപ്പും അവനവൻ്റെ കഴിവ് പ്രയോജനപ്പെടുത്തുന്നത് പോലെ ഇരിക്കും, ഈശ്വരാധീനം പോലെ. പിന്നെ ജനിച്ച സമയം അനുസരിച്ച് എല്ലാത്തിലും മാറ്റം വരും. ഞാൻ സാധ്യതയാണ് പറയുന്നത്. ഈ വീഡിയോയിലുടനീളം അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും ഞാൻ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന്. കാർത്തിക നക്ഷത്രക്കാരാണ് ആദ്യം. ഒരു കാർത്തിക നക്ഷത്രത്തിൽ ഒരു കുട്ടി വീട്ടിൽ ജനിച്ചാൽ ആ വീട്ടിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാർത്തിക നക്ഷത്രക്കാർ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ മറ്റു നക്ഷത്രക്കാർ കൊണ്ടുവരത്തില്ലെന്നല്ല അർത്ഥം കേട്ടോ. അപ്പോൾ അതിന് സാധ്യത കൂടുതലുള്ള ചില നക്ഷത്രങ്ങളിനെ ഉദ്ദേശിക്കാവോ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു നക്ഷത്രക്കാർ ഐശ്വര്യം കൊണ്ടുവരാം, പക്ഷേ കാർത്തിക നാളുകാർ ഇവർ ഐശ്വര്യം കൂടുതൽ കൊണ്ടുവരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇവരുടെ ജനനത്തിന് ശേഷമായിരിക്കും ചിലപ്പം ഭൂമി മേടിക്കുന്നു, വീട് മേടിക്കുന്നു, വാഹനം മേടിക്കുന്നു, ജഗപുക കാര്യങ്ങൾ ടക്ക് ചിലപ്പം പല കാര്യങ്ങളും സംഭവിക്കുന്നതായിട്ട് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. മറ്റു നക്ഷത്രക്കാർക്കും സംഭവിക്കാം, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് ആ സാധ്യത അല്പം കൂടുതലാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് എല്ലാം പറയുന്നത്. വീഡിയോയിലുടനീളം ആ സാധ്യതകളാണ് പറയുന്നത് കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത് പറയുന്നത് നമ്പർ 2 മകയിരം. ഈ മകയിരം നാളുകാർ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവരാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. എന്ന് വെച്ചാൽ ഇവരുടെ ജീവിതത്തിലൊരു മധ്യവയസ്സ് വരെയൊക്കെ ചിലപ്പോൾ പല ദുരിതങ്ങളെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകും, അതിനകത്ത് സംശയമൊന്നും വേണ്ട. പക്ഷേ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ, പിടിച്ചുയർത്താൻ, സാമ്പത്തികമായിട്ട് ഉയർത്താൻ കേപ്പബിലിറ്റി ഉള്ളവരാണ് മകയിരം നാളുകാർ. ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ അത് അവരവരുടെ കഴിവ് പ്രയോജനപ്പെടുത്താത്തത് കൊണ്ട് തന്നെയാണ്. അവരുടെ അവസരങ്ങളെ, അവരുടെ കഴിവുകളെ ഇതൊന്നും പ്രയോജനപ്പെടുത്താത്തത് കൊണ്ട് തന്നെയാണ്. മകയിരം നാളുകാർ കഴിവുള്ളവരാണ് ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ. എന്നുവെച്ചാൽ കുടുംബത്തിന് വേണ്ടി ഭൂമി സമ്പാദിക്കാൻ, സമ്പത്തുണ്ടാകാൻ, മക്കൾക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കിയിടാൻ ഒക്കെ കഴിവുള്ളവരാണല്ലോ. മക്കളെ നല്ലൊരു നിലയിലെത്തിക്കാൻ എല്ലാത്തിനും കഴിവുള്ളവരാണ്. ഒരു കുടുംബം രക്ഷപ്പെടുത്താൻ കഴിവുള്ളവർ തന്നെയാണ് മകയിരം നക്ഷത്രക്കാർ. അപ്പോൾ ഇവരും വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് വീടിനെ ഉയർത്തുന്ന സാധ്യത കൂടുതലുള്ള നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രം തന്നെയാണ് മകയിരം. അപ്പോൾ ആദ്യം പറഞ്ഞത് കാർത്തിക, പിന്നെ പറഞ്ഞത് മകയിരം, ഇനിയും പറയുന്നത് ഉത്രാടം. ഒരു ഉത്രാട നക്ഷത്രക്കാരൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവൻ ആ വീടിനെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള ആളാണ്. അയാൾക്ക് ചിലപ്പോൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരാം. പക്ഷേ വീട്ടിലേക്ക് ഭൂമി മേടിക്കുക, വീട് വെക്കുക, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക,
എന്ന് വേണ്ട, വീടിനെ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിവുള്ള ഒരു നക്ഷത്രം തന്നെയാണ് ഉത്രാടം. ഒരു വീട്ടിൽ ഉത്രാടം ഉണ്ടെങ്കിൽ അവനത് സാധിക്കും. പിന്നെ സാധിക്കുന്നില്ലെങ്കിൽ അത് അവൻ്റെ കയ്യിരിപ്പ്, അല്ലെങ്കിൽ സമയം പ്രയോജനപ്പെടുത്താത്തത്, അല്ലെങ്കിൽ അവൻ്റെ കഴിവിനെക്കുറിച്ച് അവൻ അറിയാത്തത്, ഇതൊക്കെ ആയിരിക്കും. പിന്നെ ജനിച്ച സമയം വെച്ച് ചിലപ്പോൾ സമയദോഷങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ കഴിവുള്ളതാണെന്നാണ് ഞാൻ പറയുന്നത്. കഴിവ് പ്രയോജനപ്പെടുത്തുന്നവന് ഗുണമുണ്ടാകും. ആ കഴിവിനെക്കുറിച്ച് ഞാൻ പറയുന്നത് കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ പറയുന്നതാണ് അശ്വതി. അശ്വതി നാളുകാരെ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ, അടിമുടി മാറ്റാൻ കഴിവുള്ളവരാണ്. ഒരു സംശയം വേണ്ട, വളരെ ഉയർന്ന ബുദ്ധിശക്തിയും കഴിവുള്ളവരാണ്. പിന്നെ അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രയോജനപ്പെടുത്തേണ്ട അവനവൻ്റെ ചുമതലയാണ്. ഞാൻ കഴിവുണ്ടെന്ന് മാത്രമാണ് പറയുന്നത്. ആ കേപ്പബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ആ നക്ഷത്രക്കാരൻ്റെ കഴിവിനെക്കുറിച്ചാണ് പറയുന്നത്. അത് പ്രയോജനപ്പെടുത്തുന്നവരുണ്ട്, പ്രയോജനപ്പെടുത്തിയവരുണ്ട്. അങ്ങനെ എനിക്ക് എത്രയോ ജീവിതങ്ങൾ അറിയാം. അപ്പോൾ ഇനി ആരെങ്കിലും പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ പ്രയോജനപ്പെടുത്തിക്കോട്ടെ എന്ന് വെച്ചാൽ പറയുന്നത്. അവനവൻ്റെ കഴിവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പിന്നെ അവിട്ട നക്ഷത്രക്കാർ, ഇവർ വളരെ കഴിവുള്ളവരാണ്. അവിട്ട നക്ഷത്രക്കാർ ഇവർ തവിട്ടിൽ നേടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ചെല്ലുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ അവിട്ട നക്ഷത്രക്കാർ ഏത് പരിതസ്ഥിതിയിലും നേട്ടം കൊയ്യുന്നവരാണെന്ന് എനിക്കറിയാം. ഏത് പരിതസ്ഥിതിയിലും അവർ ഉയർച്ച ഉണ്ടാക്കിയെടുക്കുന്നവരാണ്. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. വളരെ കഴിവുള്ളവരാണ്. സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനും ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താനും ഏത് പ്രതിസന്ധിയിലും ഉയർന്നു വരാനും ഒരു കുടുംബത്തെ ഉൾപ്പെടെ രക്ഷപ്പെടുത്താനും കഴിവുള്ളവരാണ് അവിട്ട നക്ഷത്രക്കാർ. പിന്നെ പറയുന്നത് വിശാഖ നക്ഷത്രക്കാർക്ക് അവർ ജനിക്കുന്ന സാഹചര്യമൊക്കെ ചിലപ്പോൾ അത്ര നല്ലതായിരിക്കണമെന്നില്ല. അവർ ചിലപ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരാം. പക്ഷേ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താനും കഴിവുള്ളവരാണ് വിശാഖ നക്ഷത്രക്കാർ. അപ്പോൾ അവർക്ക് മെഡിസിൻ ഫീൽഡ് നല്ലതാണ്. ഞാൻ ഇനിയിപ്പം അവസാനം കുറേ മേഖലകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. മെഡിസിൻ ഫീൽഡ് നല്ലതാണ്, വാഹനവുമായി ബന്ധപ്പെട്ട മേഖല നല്ലതാണ്, ഫിനാൻസ് മേഖല നല്ലതാണ്. കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, കാരണം അതുപോലെ അനുഭവം ഉള്ളതുകൊണ്ടാണ്. എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് പറയുന്നത്, അതുകൊണ്ടാണ് കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റുന്നത്. മെഡിസിൻ ഫീൽഡ്, അതുപോലെ ഫിനാൻസ് ഫീൽഡ്, അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ട മേഖലകൾ, സർവീസ് മേഖലകൾ ഒക്കെ ഇവർക്ക് നല്ലത് തന്നെയാണ്. ജോലി ചെയ്യിപ്പിക്കാൻ ഇവർക്ക് നല്ല കഴിവുമാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തലപ്പത്തൊക്കെ ഇരുന്നാൽ നല്ല സുന്ദരമായിട്ട് താഴെയുള്ളവരെ കൊണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യിക്കാൻ കഴിവുള്ളവരാണ്. കമാൻഡിങ് പവർ ഉള്ളവരാണ്. ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവരാണ്. അടുത്ത ചതയം. ഈ ചതയുന്ന ആളുകാർക്കും അവർ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നത് തന്നെയാണ്. അവർക്ക് കുടുംബത്തെ സംരക്ഷിക്കാനും രക്ഷപ്പെടുത്താനും കഴിവുള്ളവർ തന്നെയാണ് ഈ ചതയ നക്ഷത്രക്കാരും. അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തണം. കഴിവുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇരുന്നാൽ ഒരു കാര്യമില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല ഞാനീ പറയുന്നത്. കഴിവ് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുള്ളവർക്കും പ്രയോജനപ്പെടുത്തുന്നവർക്കും ജീവിതത്തെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർക്കും വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. ചതയ നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ട് ജീവിതത്തെ, ആ കുടുംബത്തെ, ഒരു കുടുംബത്തെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത്. ഒരു വ്യക്തിയല്ല, ഒരു കുടുംബത്തെ തന്നെ. അപ്പം ചതയം. ഇനിയും പറയുന്ന തിരുവാതിര നക്ഷത്രക്കാർ, ഇവർക്ക് വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാനും ഒരു കുടുംബത്തെ തന്നെ ഒരു താഴ്ന്ന അവസ്ഥയിൽ ഉയർച്ചയുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ കേപ്പബിലിറ്റി ഉള്ളവരാണ്, കഴിവുള്ളവരാണ്. അതായത് വീട്, ഭൂമിയൊക്കെ ഉണ്ടാക്കാനും വളരെ പെട്ടെന്ന് തന്നെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറ്റാൻ കഴിവുള്ളവരാണ്. അതുപോലെ രേവതി, ഒരു രേവതിക്കാരൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തെ ഉദ്ധരിക്കാൻ അവന് കഴിവുള്ളവനാണ്. എന്ന് വെച്ചാൽ അവന് വിശേഷ ബുദ്ധി ഉണ്ട്. വളരെ ടാക്റ്റായിരിക്കും നയം ഉപയോഗിക്കുന്നത്, വളരെ ടാക്റ്റ്ഫുൾ ആയിരിക്കും നയം, വളരെ കേപ്പബിലിറ്റി, അല്ലെങ്കിൽ വളരെ സ്കില്ല്, അല്ലെങ്കിൽ വളരെ ഓർഗനൈസിങ് കഴിവ്. അവൻ്റെ കഴിവുകളെ അവന് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനും കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യാനും ഒക്കെയുള്ളൊരു കഴിവ് ഉണ്ടായിരിക്കും. ഇവർ വളരെ കാര്യശേഷിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തെ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിവുള്ളവർ തന്നെയാണ്. കണ്ണടച്ചുകൊണ്ട് പറയാം, ഒരു ഉത്തരംകാരനുണ്ടെങ്കിൽ അവൻ ആ കുടുംബത്തെ നല്ല നിലയിൽ കൊണ്ടുവരാൻ വളരെ കഴിവുള്ളവൻ തന്നെയാണ്. സാമ്പത്തികമായിട്ട് വെച്ചാൽ വലിയ നിലയിലല്ലേ പോലും, വലിയ കുഴപ്പമില്ലാത്ത നിലയിൽ, ഒരു സാമാന്യം നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിവുള്ളവർ തന്നെയാണ് ഉത്തരനാളുകാർ. മാത്രമല്ല ഈ ഉത്തരനാളിൻ്റെ പ്രത്യേകത, അവർക്ക് ലീഡിങ് കപ്പാസിറ്റി ഉണ്ട്, മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവുണ്ട്, ഓർഗനൈസിങ് കപ്പാസിറ്റി ഉണ്ട്, സംഘാടനത്തിനുള്ള കഴിവുണ്ട്. മാത്രമല്ല ഇവർക്ക് റിപ്പീറ്റായിട്ട് വർക്കുകൾ
ആവർത്തി ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബാങ്കിങ് മേഖല, സർക്കാർ മേഖല, അതുപോലെ തന്നെ ഉയർന്ന അഡ്മിനിസ്ട്രേഷൻ മേഖലകൾ, ഇതൊക്കെ ഇവർക്ക് നല്ലതാണ്. ഇവർക്ക് റിപ്പീറ്റായിട്ട് വർക്കുകൾ ചെയ്യാനും ഒരു അനലൈസിങ് സ്കില്ലുണ്ട്. മാത്രമല്ല ഇവരെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ ഒരാളെ ഏൽപ്പിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് സ്വതസിദ്ധമായിട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ് ഉത്തര നക്ഷത്രക്കാർ. ഇവരെ അങ്ങോട്ട് ഭരിക്കാൻ ചെന്നാൽ ചിലപ്പോൾ ഇവരത് അത്ര നന്നായിട്ട് ചെയ്യണമെന്നില്ല. ഇവരെ ഫുൾ സ്വാതന്ത്ര്യം കൊടുത്താൽ ഇവർ ഏറ്റവും മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ്. ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചാൽ അതേപടി തന്നെ അതിൽ മികച്ച രീതിയിൽ പിന്നെ ഒരു വർക്ക് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ വള്ളി പുള്ളി വിടാതെ അത് ചെയ്യും. ചിലപ്പോൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി മികച്ചതായിട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കില്ലുള്ളവർ തന്നെയാണ് ഉത്തര നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് വ്യക്തമായ കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ചുണ്ട്, ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ചുണ്ട്, വ്യക്തമായ ഫിനാൻസ് പ്ലാനിങ് ഇവർക്കുണ്ട്. ഫിനാൻസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് ചേരുന്നു, അതൊന്നും ഇവർ ആലോചിച്ചേ ചേരത്തുള്ളൂ. മണ്ടത്തരത്തിൽ പോയി മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുന്ന നമ്മളാണ്. അപ്പം നല്ല ഫണ്ടുകൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ അതൊക്കെ അവർക്ക് അതിനുള്ള ബുദ്ധിശക്തിയുണ്ട്. അപ്പം ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് അങ്ങനെയുള്ള വെൽ പ്ലാനിങ് ചെയ്യാൻ കഴിവുള്ളവർ തന്നെയാണ് ഉത്തര നക്ഷത്രക്കാർ. അവർക്ക് പലപ്പോഴും അങ്ങനെ അബദ്ധങ്ങളൊന്നും ഫിനാൻസ് പരമായിട്ടും പറ്റത്തില്ല. പറ്റുന്നുണ്ടെങ്കിൽ അത് അവനവൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് അല്ലെങ്കിൽ അവനവൻ്റെ കഴിവ് അവനവനെ അറിയാത്തത് കൊണ്ട് പറ്റുന്നതാണ്. പക്ഷെ ഒരു ഏറിയ പങ്ക് ഉത്തര നക്ഷത്രക്കാർ ബുദ്ധിമാന്മാർ തന്നെയാണ്. അവർക്കങ്ങനെ അബദ്ധങ്ങൾ കുറവാണ് പറ്റുന്നത്. അപ്പോൾ അവർക്കൊരു കുടുംബത്തെ തന്നെ രക്ഷപ്പെടുത്താൻ ഒരു കുടുംബത്തിൽ ഒരുത്തം മതി കഴിവുള്ളത്, ആ കുടുംബം രക്ഷപ്പെടും. അതാണ് അതിൻ്റെ കാര്യം. ഈ പല കുടുംബങ്ങളും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്നവരെ ഒരുത്തം മതി ഘടകത്തുള്ളവൻ, അല്ലെങ്കിൽ സാമർഥ്യമുള്ളവൻ, അല്ലെങ്കിൽ കാര്യശേഷിയുള്ളവൻ, ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. ബാക്കിയുള്ള മണ്ടന്മാരാണേലും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കഴിവില്ലാത്തവരാണേലും ഒരുത്തം മതി. അങ്ങനെയാണ് ഒരുത്തനുണ്ടായാൽ ആ കുടുംബമേ രക്ഷപ്പെടും. അപ്പം ഒരു കുടുംബത്തിൽ ആ ഒരു രാജയോഗമുള്ള ഒരാൾ മതി രക്ഷപ്പെടാൻ ആ കുടുംബം എന്ന് വെച്ച് മറ്റുള്ളവരും അങ്ങനെ കഴിവുള്ളവരാണെങ്കിൽ നല്ലത്. ചിലരുണ്ടല്ലോ എന്താണേലും ഒരു കാര്യശേഷി കുറവുള്ളവരുണ്ട്. പക്ഷേ ഒരാൾ മതി ഒരു കുടുംബത്തിൽ കാര്യശേഷിയുള്ളത്, ആ കുടുംബത്തിന് ഏറ്റവും ഉയർച്ച ഉണ്ടായി വരും. പിന്നെ മറ്റുള്ളവർ ആ രീതിയിലുള്ളവരാണെങ്കിൽ വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടായി വരുന്നത്. ഇപ്പോഴത്തെ വീടുകളിലൊക്കെ എല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്. കാരണം ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളവരാണ്. ഇപ്പം പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വ്യക്തികളും അവർ ജീവിക്കാൻ പഠിച്ചവരാണ്. അവർക്കൊക്കെ ഈ ഈശ്വരാധീനം പണ്ടത്തെ പോലല്ല. ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നു, വഴിപാട് ചെയ്യുന്നു, അതുപോലെ സേവനങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ചാരിറ്റി ചെയ്യാനും ഒക്കെ മനസ്സുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വളരെ കഴിവും അനുഗ്രഹവും ഇപ്പോഴുള്ള പല വീടുകളിലെയും ഒരു വ്യക്തി എന്നല്ല മിക്കവാറും എല്ലാ വ്യക്തികൾക്കും ഈശ്വരൻ കനിഞ്ഞ് പല അനുഗ്രഹങ്ങളും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും ഇത്തരം ആളുകാരുണ്ടെങ്കിൽ അവരെ ആ കുടുംബത്തെ തന്നെ രക്ഷപ്പെടുത്താൻ ഒരു പ്രത്യേക കഴിവ് കൂടുതലുള്ളതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഈ വീടുകളിലുള്ള എല്ലാ വ്യക്തികളും വിശേഷമായ ഗുണങ്ങളും കഴിവുകളും ഉള്ളവർ തന്നെയാണ്, അതിനകത്തൊന്നും സംശയിക്കേണ്ട. പിന്നെ ഞാൻ ചില ആളുകാരെക്കുറിച്ച് അവർക്ക് കൂടുതൽ ഒരു ലീഡിങ് കപ്പാസിറ്റി അല്ലെ ഒരു മുന്നേറാനുള്ള കഴിവ് അല്ലെ ഒരു കുടുംബത്തെ നയിക്കാനുള്ള കഴിവ്, ആ നിലയിൽ കുറച്ച് നക്ഷത്രക്കാരെക്കുറിച്ച് പറയുന്നേ ഉള്ളൂ. ഇത് ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളതെന്നല്ല, മറ്റു നക്ഷത്രക്കാർക്കും ഉണ്ട്. അതൊക്കെ ജനിച്ച സമയവും ഗ്രഹനിലയൊക്കെ അനുസരിച്ച് ആയിരിക്കും. ഇത് പൊതുവായിട്ട് കുറച്ച് എടുത്ത് പറയുന്നതേ ഉള്ളൂ കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. മൂലനക്ഷത്രക്കാർക്ക് ഒരു കുടുംബത്തെ ഉദ്ധരിക്കാൻ കഴിവുള്ളവർ തന്നെയാണ്, അടിമുടി മാറ്റാൻ കഴിവുള്ളവർ തന്നെയാണ്. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാർ മാത്രമല്ല മറ്റു നക്ഷത്രക്കാരും കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നവർ തന്നെയാണ്. പിന്നെ ഞാനീ പറഞ്ഞത് ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് ലീഡിങ് ഒരു നയിക്കാൻ കഴിവ് കൂടുതലുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതെല്ലാം ജനിച്ച സമയം അനുസരിച്ച് ഈ പറയുന്നതെല്ലാം വ്യത്യാസങ്ങൾ വരാം. ഇത് പൊതുഫലങ്ങളാണ്, ഇതെല്ലാം അങ്ങനെ മനസ്സിലാക്കുക. ഇനിയും പറയാൻ പോകുന്നത് വളരെ ചെറുപ്പത്തിലെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരാണ്. വളരെ പെട്ടെന്ന് അവരുടെ മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തുമായിരിക്കും. അങ്ങനെയുള്ളതാണ് രോഹിണി, മൂലം, രേവതി, ചോതി, തിരുവോണം, അവിട്ടം, കാർത്തിക. ഈ നക്ഷത്രക്കാർക്ക് വളരെ പെട്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിൽ പെട്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. ഇത് ചെയ്യുന്ന നക്ഷത്രക്കാർക്ക് മാത്രമേ ചെറുപ്പത്തിൽ മാറ്റം ഉള്ളൂ എന്നുള്ളതല്ല പറയുന്നത് കേട്ടോ. സാധ്യത ഇവർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്, അങ്ങനെ മനസ്സിലാക്കുക. അതോടൊപ്പം ഈ വിവാഹ ജീവിതത്തിൽ
വിവാഹ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാരുണ്ട്. അത് ഭാര്യയാണേലും ഭർത്താവാണേലും ആർക്ക് ഈ നക്ഷത്രം വന്നാലും മകം കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. മകം നാളുകാർ വിവാഹ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. വിവാഹം കഴിച്ച ഉടനെയല്ല, കുറച്ചങ്ങോട്ട് വണ്ടി ഓടിക്കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു കല്യാണം കഴിഞ്ഞൊരു 10-12 വർഷം കഴിഞ്ഞാൽ, ഒരു 5-8 വർഷം കഴിഞ്ഞാൽ, 5-6 വർഷം കഴിഞ്ഞാണ് കൂടുതൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാൻ ഒരു ജീവിതം ഒരു പകുതി ആയി കഴിയുമ്പോഴാണ് അവർക്ക് കൂടുതലും. ശ്രദ്ധിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ, ഭാര്യയ്ക്ക് മകം അല്ലെങ്കിൽ ഭർത്താവിന് മകം ഉണ്ടായ ജീവിതത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം, ഐക്യത്തോടെ പോകാൻ ശ്രദ്ധിക്കണം. അല്ലാതെ ദോഷമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. അഡ്ജസ്റ്റബിളായിട്ട് പോകണം. കാരണം ഇവർക്ക് ഇച്ചിരി ഒരു നിശ്ചയദാർഢ്യം പിടിവാശിയൊക്കെ ചിലപ്പം കൂടുതലായിരിക്കും. ഇതൊക്കെയാണ്. പിന്നെ മക്കളോട് ഇച്ചിരി സ്നേഹം കൂടുതലായിരിക്കും. പക്ഷെ അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഭാര്യയോ ഭർത്താവോ ആയിക്കോട്ടെ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കണമെന്നുള്ളതാണ്. പിന്നെ വിശാഖം, എപ്പോഴും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭാര്യയും ഭർത്താവ് വിശാഖമോ ഭാര്യ വിശാഖമോ ആയിക്കോട്ടെ, അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. മനസ്സിലായല്ലോ. കുടുംബജീവിതത്തിൽ അസാരസ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള ചില നക്ഷത്രങ്ങളാണ് പറയുന്നത് കേട്ടോ. മകം, വിശാഖം, പൂരം. കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും. പൂരം, എത്ര പൂരംകാരുടെയാണ് ഞാൻ വഴിപാട് പറഞ്ഞ് ശരിയായിരിക്കുന്നത്. അവിടെ കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റുമെന്നുള്ളത്. പൂരം, പൂരാടം, മകയിരം. ഈ നക്ഷത്രക്കാർ ഒന്നുകൂടെ പറയാം. മകം, വിശാഖം, പൂരം, പൂരാടം, മകയിരം. ഈ നക്ഷത്രക്കാർ വിവാഹ ജീവിതത്തിൽ കുറച്ച് അഡ്ജസ്റ്റബിളായിട്ട് പോകാൻ ശ്രമിക്കണം. ഇനി അഡ്ജസ്റ്റബിൾ ആകുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ രാവിലെ ആരാണോ പ്രശ്നക്കാർ അവരുടെ പേരിൽ ജലധാര, മൃത്യുഞ്ജയ അർച്ചന, ഭസ്മം, ആരൊക്കെയാണോ ഐക്യമാകേണ്ടത് അവരുടെ പേരിൽ അവരുടെ രണ്ടുപേരുടെയും പേരിൽ ഐക്യമത്യാർച്ചനയും ചെയ്യണം. വെള്ളിയാഴ്ചകൾ ആവർത്തിച്ചാൽ ഐക്യമായിട്ട് പോകുന്നവരുണ്ടെങ്കിൽ അല്ലാണ്ട് ജീവിക്കുന്നവരുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ജീവിതം ഒരു കുടുംബം നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും പാടുള്ള കാര്യം. അപ്പം ഞാൻ പലപ്പോഴും പലരോടും വാട്സപ്പിൽ പറയുന്ന കാര്യമാണ്. എന്നോട് ചിലർ പറയും, അങ്ങനെ ഇങ്ങനെ ഭാര്യയെ സംശയം, ഭർത്താവിനെ സംശയമാണ്. ഞാൻ പറഞ്ഞു, സംശയമൊക്കെ ഞാൻ കളാം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംശയം തോന്നും, ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കത്തില്ല, പക്ഷെ മനസ്സ് ഇതിനെ പെരുപ്പിച്ച് കഥകളുണ്ടാക്കും. അതൊക്കെ വിട്ടുകളയുക. നിങ്ങളുടെ കുടുംബത്തെ ഏറ്റവും സന്തോഷമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞ നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതുപോലെ വഴിപാടും പറഞ്ഞു കൊടുക്കും. ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലാതെ നശിപ്പിക്കുന്നതല്ല. ഒരിക്കലും അങ്ങനെ നശിപ്പിക്കരുത്. അപ്പോൾ അതിനുവേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കുക നല്ലതായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് മാത്രമേ കുടുംബ പ്രശ്നം ഉണ്ടാകുകയുള്ളൂ എന്നതിൻ്റെ അർത്ഥമില്ല കേട്ടോ. ഈ നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിക്കുക നല്ലതായിരിക്കും. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. പറയുന്നതിന് അങ്ങനെ മനസ്സിലാക്കിയെടുക്കുക. ഞാൻ പറയാത്ത അർത്ഥങ്ങൾ നിങ്ങൾ ചിന്തിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതെല്ലാം അങ്ങനെ ഈ നക്ഷത്രക്കാരെക്കുറിച്ച്. ഈ നക്ഷത്രക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാവുള്ളതെന്നല്ല, സാധ്യത കൂടുതലുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ പറയുന്ന മുഴുവൻ നക്ഷത്രക്കാരും പല കാര്യങ്ങളും കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. ഇനിയും ഈ ഡിസൈനിങ് എബിലിറ്റി, ടെക്നിക്കൽ സ്കില്ല്, ഓർഗനൈസിങ് സ്കില്ല്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്. ഇന്നത്തെ ഏറ്റവും നല്ല ബിസിനസ്സാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റ്. കല്യാണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുക, അലങ്കരിക്കുക. ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഏറ്റവും നല്ല ബിസിനസ്സായിട്ട് മാറിയിരിക്കുക. ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഡിസൈനിങ്, ബിൽഡിംഗ് ഡിസൈനിങ് ആയിക്കോട്ടെ, ഇൻറ്റീരിയർ ഡിസൈനിങ് ആയിക്കോട്ടെ, തുണി സംബന്ധമായ ഫാഷൻ ഡിസൈനിങ് ആയിക്കോട്ടെ, ഡിസൈനിങ് മേഖല ഇന്ന് ഏറ്റവും സ്കോപ്പുള്ളതാണ്. അപ്പോൾ ഡിസൈനിങ്, ഫിനാൻസ് സംബന്ധമായ തൊഴിലുകൾ, അതുപോലെ ടെക്നിക്കൽ സംബന്ധമായ ജോബ്സ്, ഇതിലൊക്കെ ഏറ്റവും കഴിവ് കൂടുതലുള്ള ചില നക്ഷത്രക്കാരാണ് അത്തം, രോഹിണി, ഉത്രം. ഇവർക്ക് സ്വതസിദ്ധമായ ഒരു കേപ്പബിലിറ്റി ഉണ്ട്, ഒരു കഴിവുണ്ട്, ഒരു സ്കില്ലുണ്ട്. അത്തം, രോഹിണി, ഉത്രം എന്ന് വെച്ചാൽ ഇവർക്ക് മാത്രമേ ഉള്ളെന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. ഇവർക്ക് കുറച്ച് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സാധ്യതകൾ കൂടുതലായിട്ട്, അത്തരം കഴിവുകളുടെ കൂടുതലായിട്ട് കാണുന്ന ചില നക്ഷത്രങ്ങളാണ്. അത്തരം സാധ്യതകൾ കൂടുതലായിട്ട്, കഴിവുകളുടെ സാധ്യതകൾ കൂടുതലായിട്ട് ഈ നക്ഷത്രക്കാരെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ മകയിരം, ഉത്രാടം ഈ നാളുകാർക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസ് ഏറ്റവും നല്ലതാണ്. വാഹന സംബന്ധമായ തൊഴിലുകൾ, ഫിനാൻസ് സംബന്ധമായ തൊഴിലുകൾ, ടെക്നിക്കൽ തൊഴിലുകൾ, ഇതൊക്കെ വളരെ നല്ലതാണ്. എന്താണ്? കാശ് ഉണ്ടാക്കാൻ. നമ്മൾ പലപ്പോഴും തൊഴിൽ ചെയ്യുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി, അതല്ല, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ അവർക്ക് ആ ചേർന്ന തൊഴിൽ ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. അപ്പോൾ ഈ മേഖലകൾ നല്ലതാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഈ മേഖലകൾ നിങ്ങൾ ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ
നിങ്ങൾക്കത് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം അത്തരം മേഖലകളിൽ താല്പര്യമുള്ളവർ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈശ്വരാധീനത്തോടു കൂടി ഒക്കെ നഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്താൽ, ശ്രദ്ധയോടുകൂടി ചെയ്താൽ, കൂടുതൽ കാര്യപ്രാപ്തിയോടെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ടീച്ചിങ് എബിലിറ്റി, രാഷ്ട്രീയ മേഖലകളിൽ ഒക്കെ ഏറ്റവും കഴിവ് കൂടുതലായിട്ട് ഉള്ള 2 നക്ഷത്രങ്ങളാണ്. 2 നക്ഷത്രങ്ങളല്ല, കുറച്ച് നക്ഷത്രങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ടീച്ചിങ് മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിൽ ഒക്കെ കൂടുതലായിട്ട് ഒരു കഴിവ്, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രയോജനപ്പെടുത്താവുന്ന മേഖലകളിൽ ഒക്കെ ടീച്ചിങ് മേഖലയിൽ ഏറ്റവും നല്ല കഴിവുള്ള നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണടച്ചുകൊണ്ട് പറയാം അനിഴം, മകം. കണ്ണടച്ചുകൊണ്ട് ഞാൻ പറയും. അതുപോലെ തൃക്കേട്ട. എന്നുവെച്ചാൽ മറ്റുള്ളവർ ടീച്ചിങ് മേഖല ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞു, പക്ഷേ ഇവർക്ക് കൂടുതൽ ഒരു 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 അനിഴങ്കാരൻ ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് പഠിക്കുന്നവൻ അതൊരിക്കലും മറക്കത്തില്ല. കാരണം അത്ര നല്ല കഴിവ് അവർക്കത് സ്ക്രൂട്ടനൈസ് ചെയ്ത് അതിലേക്ക് ആഴത്തിലിറങ്ങി ചെന്ന് പഠിപ്പിക്കാനുള്ള കഴിവ് കൂടുതലാണ്. മറ്റുള്ളവരൊന്നും മോശക്കാരാണെന്ന് അർത്ഥമല്ലോ കേട്ടോ. അപ്പോൾ ഈ കുറച്ച് സ്കില്ല് കൂടുതലായിട്ടുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ടീച്ചിങ് മേഖലയിലെ, കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ, ഫിനാൻസിങ് മേഖലയിൽ ഒക്കെ കൂടുതൽ കഴിവുള്ള ചില നക്ഷത്രക്കാരാണ് അനിഴം, മകം, അത്തം, മകയിരം, ഉത്രം, പൂരാടം. ഈ നക്ഷത്രക്കാർ വളരെ ഈ മേഖലകളിലൊക്കെ കഴിവുള്ളതാണ്. ഈ പൂരാട നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം, നിങ്ങൾ വേണം ഇനി ശ്രദ്ധിച്ചു നോക്കണം. ഇവർ ചുമ്മാതറിയിക്കും. പിന്നെ ഇവർക്ക് ഇവരുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്, അതൊരിക്കലും മാറ്റാൻ ഇവർ തയ്യാറല്ല. ഇവരുടേതായ ചില കാഴ്ചപ്പാടുകൾ അതിൽ ഉറച്ചു നിൽക്കും ഇവർ. ചിലപ്പോൾ ഇവർക്ക് തെറ്റാന്നൊക്കെ അറിയാമായിരിക്കും, പക്ഷേ ഇവർ സമ്മതിച്ചേരത്തില്ല. പക്ഷെ കഴിവുള്ളവരാണ് ഇവർക്ക്. ഞാനിപ്പോൾ ടെക്നിക്കൽ, ഫിനാൻസ്, ഡിസൈനിങ്, ടീച്ചിങ് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ കഴിവുള്ളവർ തന്നെയാണ്. രാഷ്ട്രീയം ഇതൊക്കെ കഴിവുള്ളവരാണ്. പൂരാടം, അനിഴം, മകം, മകയിരം, അത്തം, ഉത്രാടം ഇതൊക്കെ ഈ രാഷ്ട്രീയ മേഖല, ടീച്ചിങ് മേഖല, ഫിനാൻസ് മേഖല, കമ്മ്യൂണിക്കേഷൻ മേഖല ഇതിലൊക്കെ കഴിവുള്ളവർ തന്നെയാണ്. ടെക്നിക്കൽ മേഖല ഇതിലൊക്കെ കഴിവുള്ളവർ തന്നെയാണ്. ഇനിയും പറയാൻ പോകുന്നത് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക്, അതായത് മാസ് ഓഫ് പീപ്പിൾ, പബ്ലിക് എന്ന് വെച്ചാൽ ധാരാളം ജനങ്ങളുമായി ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ളവർ. ഭരണി, മകം, ഇപ്പം ഒരു ടീച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബാങ്കിലെ സ്റ്റാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ ആയിക്കോട്ടെ, വളരെ അധികം ആളുകളോട് ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ഒരു ആളുകളുമായിട്ട് കൂടുതൽ ഇടപെടുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫ് ആയിക്കോട്ടെ, ഏത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പത്രത്തിൽ പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ, ഒരുപാട് ആളുകളെ കാണണം, റിപ്പോർട്ട് ചെയ്യണം, ജനങ്ങളിലേക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചൊല്ലണം. അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ അവർ ധാരാളം ആളുകളെ ദിവസം ഡീൽ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ധാരാളം ആളുകളെ ഡീൽ ചെയ്യുന്നതാണ്. ഇങ്ങനെ ആളുകളെ, മാസ് ഓഫ് പീപ്പിൾ, അതായത് ഒരുപാട് ആളുകളെ ഒരു ദിവസം തന്നെ ഡീൽ ചെയ്യാൻ, അവരുമായിട്ട് ഇടപെടാൻ കഴിവ്, ട്രാൻസാക്ഷൻ നടത്താൻ ജോലിയുടെ ഭാഗമായിട്ട് കഴിവുള്ളവരാണ് ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരൻ. അവർക്ക് നല്ല കഴിവാണ് അതിന്. കാരണം തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് ഇത് ചന്ദ്രകർമ്മയും വ്യാഴകർമ്മയും വരുന്ന നക്ഷത്രമാണ്. അപ്പോൾ അവർക്ക് ഈ കൂടുതൽ ആളുകളുമായിട്ട് ഇടപെടാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പിന്നെ വേറെ ചില ഗുണമുണ്ട്. എന്താണെന്നറിയോ? ഇവർക്ക് കുട്ടികളുമായിട്ട് ഇടപെടാനും കഴിവുള്ളവരാണ്. കുട്ടികളുമായിട്ട്, അതൊരു ടീച്ചർ ആയിക്കോട്ടെ, അപ്പോൾ ധാരാളം കുട്ടികളുമായിട്ട് ഇടപെടേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ നടത്തുന്ന ആളായിക്കോട്ടെ, ധാരാളം കുട്ടികളുമായിട്ട് ഇടപെടേണ്ടി വരും. അങ്ങനെ ഒരു കഴിവുള്ളവരാണ്. അപ്പോൾ ഇവർക്ക് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട്, ചിലർ ടീച്ചറാകാം, ചിലർ ഒരു മീഡിയ പ്രവർത്തകരാകാം, ചിലരൊരു ഗവൺമെൻറ് സ്റ്റാഫ്, ഈ ഹോസ്പിറ്റല് അങ്ങനെയുള്ളിടത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം, ചിലർ ഈ യാത്രാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കാം, ചിലർ കമ്മ്യൂണിക്കേഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കാം. അങ്ങനെയൊക്കെ ഇവർക്ക് സ്കില്ലുള്ളവരാണ്. ചിലർ ഫിനാൻസിങ് മേഖലയുമായി, എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് അത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ്. ഇപ്പം ടീച്ചർ വരാം, പിന്നെ ഹോസ്റ്റൽ നടത്തുന്നവർ അങ്ങനെ വരാം. അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഏത് കാര്യം, ഇപ്പോൾ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ ആർട്ട് സംബന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നവരായിരിക്കും. ഇങ്ങനെ കുട്ടികളുമായിട്ട് ധാരാളം ഇടപെടാൻ കഴിവുള്ള
സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി. ദാറ്റ്സ് ഓൾ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ, ഒരു സമൂഹത്തെ തന്നെ മാറ്റാൻ കഴിവുള്ള ചില നക്ഷത്രക്കാരുണ്ട്. രാഷ്ട്രീയക്കാർ, അല്ലെ സംഘടനയുടെ നേതാക്കൾ, അല്ലെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ള അതിന് പറ്റിയ ചില നക്ഷത്രക്കാരുണ്ട്. ചോതി, അതുപോലെ തന്നെ അത്തം, അനിഴം, രോഹിണി, പൂരം, ആയില്യം, പൂരാടം. ഈ നക്ഷത്രക്കാർക്ക് ഒരു സമൂഹത്തെ തന്നെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കാം, സംഘടനയുടെ പ്രവർത്തനമായിരിക്കാം, അല്ലെ മറ്റു സാമൂഹിക പ്രശ്നങ്ങളായിരിക്കാം, അതിനൊക്കെ ഒരു കഴിവുള്ളവരാണ്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ അഡ്വൈസ്, ചില നക്ഷത്രക്കാരിൽ നിന്ന് അഡ്വൈസ് തേടുന്നത് നല്ലതാണ്. മികച്ച അഡ്വൈസ് കൊടുക്കാൻ കഴിവുള്ള ചില നക്ഷത്രക്കാരുണ്ട്. അതിലൊരു നക്ഷത്രമാണ് ആയില്യം. ഈ ആയില്യം നക്ഷത്രത്തിന് ഒരുപാട് പ്രത്യേകത ഉള്ളതാണ്. ഒരാൾക്കൊരു അഡ്വൈസ് കൊടുക്കാൻ കഴിവുള്ളവരാണ്. ഇപ്പം ഒരു പയ്യന് ഒരു ആരോഗ്യ പ്രശ്നം, ഉദാഹരണം പറയുന്നത്, ഒരു പയ്യന് ഒരു ആരോഗ്യ പ്രശ്നമെന്ന് പറയുക, ഇത്ര ദിവസം കൊണ്ട് വലിയ ലക്ഷം തുക പിരിക്കണമെന്ന് വിചാരിക്കുക. ഒരു ആയില്യം നക്ഷത്രക്കാരനാണ് അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ ഹെഡെങ്കിൽ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമെങ്കിൽ ആ പറഞ്ഞ ദിവസത്തിനേക്കാൾ കുറച്ച് ദിവസം മുമ്പ് ആ തുക അവർ സ്വരൂപിക്കും. അതിന് കഴിവുള്ളവരാണ് ആയില്യം. അത്ര കഴിവുള്ള ഒരു നക്ഷത്രമാണ് ആയില്യക്കാർക്ക് നല്ല നല്ല കഴിവുള്ളവരാണ് അവർ. പിന്നെ ഇവർക്കൊരു കുഴപ്പമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഇവരുടെ കഴിവിനെക്കുറിച്ച് ഇവർക്ക് അറിയാമെങ്കിൽ പോലും ഇവർ അനാവശ്യമായ ചില കൂട്ടുകെട്ടുകളിൽ പോയി ചാടുക, അനാവശ്യമായ ചില ശീലങ്ങളിൽ പോയി ചാടുക, അമിത ആത്മവിശ്വാസം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുന്നത് പലപ്പോഴും. പിന്നെ അതിൽ കടന്ന ഒരു ആത്മവിശ്വാസം പലപ്പോഴും ഇവർക്ക് ഒരു ദോഷമാകാറുണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് ഈ കൂടുതൽ അബദ്ധങ്ങളിൽ പോയി ചാടുന്നത്. പക്ഷെ കഴിവുള്ളവരാണ്. നോക്കിയും കണ്ട് ജീവിച്ചാൽ ഏറ്റവും മിടുക്കന്മാരായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. അപ്പം ആയില്യം നാളുകാരുടെ അഡ്വൈസ് തേടുന്നത് നല്ലതാണ്. അതുപോലെ അശ്വതി നാളുകാരോട് നമ്മൾ അഡ്വൈസ് തേടിയാൽ നമുക്ക് നല്ലതാണ്. എന്നുവെച്ചാൽ നമുക്ക് നല്ല ആളുകളായിരിക്കണം, നാൾ മാത്രം നോക്കരുത്. നമുക്കൂടെ നല്ലതെന്ന് തോന്നണം, നമ്മൾ ബുദ്ധിക്കൂടെ അല്ലെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കാവുള്ളൂ കേട്ടോ. അല്ലെ നാൾ മാത്രം നോക്കിയെടുക്കരുത്. എന്ന് വെച്ചാൽ പലരും പല സമയത്താണ് ജനിക്കുന്നത്, ഇതിലൊക്കെ വ്യത്യാസം കാണും. പൊതുവായിട്ട് പറയുന്നത്, ഞാൻ പൊതുവായിട്ട് പറയുന്നത്, ഉത്തരം നാളുകാർ, പൂരം നാളുകാർ, ഇവരൊക്കെ ഒരാൾക്കൊരു അഡ്വൈസ് കൊടുക്കാൻ കഴിവ് ഉള്ളവർ തന്നെയാണ്. നല്ല രീതിയിലുള്ള അഡ്വൈസ് കൊടുക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. ഇനിയും ഇപ്പം മെഡിസിൻ ഫീൽഡ് ഡോക്ടർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കാൻ വളരെ കഴിവുള്ള ചില നക്ഷത്രക്കാരുണ്ട്. മകയിരം, വിശാഖം, പുണർദം, ചോതി, അവിട്ടം. ഈ നക്ഷത്രക്കാർക്കൊക്കെ മെഡിസിൻ ഫീൽഡിലാണെങ്കിൽ വളരെ നല്ലതാണ്. വളരെ പ്രഗത്ഭന്മാരാകാനും അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. ഒരു ഡോക്ടറൊക്കെ ആയിട്ട്, ഡോക്ടറോ നേഴ്സോ അങ്ങനെ ഏതും ആയിക്കോട്ടെ മെഡിസിൻ ഫീൽഡ്. പക്ഷേ എന്ന് വെച്ചാൽ ഈ നക്ഷത്രക്കാർ മാത്രമേ ആ മേഖലയിൽ ശോഭിക്കത്തുള്ളതിന് അർത്ഥമില്ല, മറ്റു നക്ഷത്രക്കാർക്കും പറ്റും. പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് അത്ര ചില കഴിവുകൾ കൂടുതലാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ മേഖലയിൽ കൂടുതൽ പ്രതിഭ തെളിയിക്കാൻ കഴിവുള്ള നക്ഷത്രക്കാരാണ് തൃക്കേട്ട, പൂയം, ഉത്രാടം, ഉത്രം, അത്തം, ഭരണി, മകം. ഈ നാളുകാർ ടെക്നിക്കൽ ഫീൽഡിൽ കൂടുതൽ കഴിവ് തെളിയിക്കാൻ കഴിവുള്ളവരാണ്. എന്ന് വെച്ച് ഇവർക്ക് മാത്രമേ കഴിവുള്ളതെന്നല്ല, ഇവർക്ക് അത്തരം കഴിവുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്, അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു തരുന്നത്. അല്ലാതെ നമ്മൾ കഴിവുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇരുന്നുകൊണ്ട് ഒന്നും നടക്കത്തില്ല. അത് നമുക്കൊരു കഴിവുണ്ടെന്ന് മനസ്സിലായി. ഞാനങ്ങനെ ചിലർക്ക് പറഞ്ഞു കൊടുത്ത് ചിലത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ചില കഴിവുകൾ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ന കഴിവുണ്ട്, നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. അങ്ങനെ പ്രയോജനപ്പെടുത്തിയവരുണ്ട്. ആ നിലയിലായി പറഞ്ഞു തരുന്നത്. നമ്മളെ തിരിച്ചറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. അല്ല വേറൊരാൾ നമ്മളെ തിരിച്ചറിയുമ്പോഴല്ല, നമ്മളെ തിരിച്ചറിയുമ്പോഴാണ് ജീവിതം മാറുന്നത്. പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിൽ ഒന്നിൻ്റെ അവസാനമല്ല, എല്ലാം ഒരു തുടക്കമാണെന്ന് മനസ്സിലാക്കുക. എല്ലാത്തിനെയും അങ്ങനെ ചിന്തിച്ചാൽ ജീവിതം എത്ര മനോഹരമാണെന്നറിയോ. എല്ലാം ഒരു തുടക്കമായിട്ട് കാണുക. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു നല്ല തുടക്കമായിട്ട് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യം പുതിയൊരു തുടക്കമായിട്ട് കാണുക. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നശിക്കാൻ കാര്യം എല്ലാം ഒടുക്കമായിട്ടാണ് കാണുന്നത്. എന്ത് കണ്ടാലും അതിൻ്റെ ഒടുക്കമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പണ്ട് എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, പുള്ളി എല്ലാം ചിന്തിച്ചാലും നശിക്കുന്നതായിട്ട് എല്ലാത്തിൻ്റെ ഒടുക്കമായിട്ടാണ് കാണുന്നത്. ചുമ്മാ ഇരുന്നാലും പുള്ളി പെരയുടെ മണ്ടയ്ക്കോട്ട് നോക്കിയിട്ട് പറയും, ഇത് എപ്പോഴായിരിക്കും ഇടിഞ്ഞു വീഴുന്നത്. എല്ലാത്തിൻ്റെ ഒടുക്കമായിട്ടാണ് പുള്ളി കാണുന്നത്. ഒരു കിണർ കണ്ടാവണേ പറയും, ഇതിനകത്ത് വെള്ളം എപ്പോഴായിരിക്കും പറ്റുന്നത്, ഉടനെ പറ്റുമായിരിക്കും. ഇങ്ങനെ ഈ ഒടുക്കമാണ് പലരും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് രക്ഷപ്പെടാത്തത്. നമ്മൾ എന്ത് കണ്ടാലും അതൊരു തുടക്കമായിട്ട് കാണുക. ഈ വീഡിയോ കാണുന്നത് അതൊരു തുടക്കം, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതൊരു തുടക്കം. നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിയും അതൊരു തുടക്കം, പുതിയ തുടക്കമായിട്ട് കാണുക. അത്ഭുതകരമായ ജീവിതത്തിൽ മാറ്റം സംഭവിക്കും. അവിടെയാണ് ജീവിതം മാറുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോഴാണ്.
ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പലർക്കും പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൽ മാറ്റം ഉണ്ടായ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. അറിവല്ല, ഇത് തിരിച്ചറിവാണ്. അതിന് വിലയിടാൻ പറ്റത്തില്ല. തിരിച്ചറിവെന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ തിരിച്ചു പിടിക്കുന്ന കാര്യമാണ് തിരിച്ചറിവ്. അറിവല്ല, തിരിച്ചറിവാണ്. എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോ കാണുന്നവർ, നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവർ എന്തോ ഒരു തുടക്കമായിട്ട് കാണും, ഒടുക്കമായിട്ട് കാണരുത്. ഒടുക്കമായിട്ട് കണ്ടാലാണ് നാശം ഉണ്ടാകുന്നത്. തുടക്കമായിട്ട് കാണണം. എന്ത് കാര്യം പുതിയൊരു തുടക്കമായിട്ട് വിചാരിക്കുക, മനസ്സിനെ അങ്ങനെ ചിന്തിക്കുക. ഞാനെപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നത്, എല്ലാം പുതിയൊരു തുടക്കമായിട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പുതിയ പുതിയ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഒടുക്കമായിട്ട് ചിന്തിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഒന്നും നടക്കത്തില്ല. എനിക്ക് ഇത്രയും നിങ്ങൾക്ക് പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങൾ, ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ, ശരനൂൽ രഹസ്യങ്ങൾ, ഭദ്രകാളി രഹസ്യങ്ങൾ, മുരുക രഹസ്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു, ഓരോ ദിവസവും ഇത്തരം വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ അത് സാധിക്കുന്ന കാര്യമാണ്. ഇതുപോലെ ഇത്രയും വിശദമായിട്ട് ഓരോ ദിവസവും ഇത്രയും നല്ല കാര്യങ്ങൾ പറയാൻ, ചുമ്മാ ചിലപ്പം കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. അതുപോലെ അല്ല ഞാൻ ഓരോ വീഡിയോ ഇടുന്നത്. അതൊരു ചെറിയ കാര്യമാണ്, അത് സാധാരണക്കാരെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുക. അത് എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയാണ്, അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്രയും സ്റ്റഡി ചെയ്ത് അത്രയും ആത്മാർത്ഥമായിട്ട് ഒരു വീഡിയോ, വെറുതെ ഒരു വീഡിയോ ഇല്ല, അതെല്ലാം വളരെ ആത്മാർത്ഥമായിട്ടും അതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട്. അതിൻ്റെ പുറകിൽ ഒരുപാട് ആത്മാർത്ഥതയോടുകൂടി ഒരുപാട് വിശദീകരിച്ചാണ് പറഞ്ഞു തരുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാനെല്ലാം ഒരു തുടക്കമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ്. നിങ്ങളും അങ്ങനെ ശ്രമിച്ചു നോക്കി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. എന്ത് ചെയ്താലും അതൊരു പുതിയ തുടക്കമായിട്ട് കാണുക, അത്ഭുതകരമായിട്ട് ജീവിതം മാറും. ഇനി ബാക്കി നക്ഷത്രക്കാരുടെ രഹസ്യങ്ങൾ പറഞ്ഞുതരാം. കുട്ടികളെ കൊണ്ട് മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാർ, എല്ലാവർക്കും കുട്ടികളെ കൊണ്ട് മനോദുഃഖം ഉണ്ടാകും, പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് അത്ര അനുഭവങ്ങൾ കൂടുതലായിട്ടുണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, മക്കം, ഇവർക്ക് പുത്രദുഃഖം എപ്പോഴും, അല്ലെ പുത്രദുഃഖം എന്ന് ചോദിച്ചാൽ ആണോ പെണ്ണോ ആയിക്കോട്ടെ, ഞാൻ രണ്ടുപേരെയും കൂടെ ഉദ്ദേശിക്കുന്നത്, സ്ത്രീയും പുരുഷനെയും കുറിച്ചാണ്. പുത്രദുഃഖമോ പുത്രി ദുഃഖമോ, ഇനിയിപ്പോൾ അത് പറയുന്നതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞേക്കാം. സന്താനങ്ങളെ കൊണ്ട് ഒരു ദുഃഖങ്ങൾ അനുഭവിക്കാൻ സാധ്യത കൂടുതലുള്ളവരാണ്. ഇന്ന് വെച്ച് എല്ലാവരും അങ്ങനെയാണെന്നല്ല, ജനിച്ച സമയം അനുസരിച്ച് ഇതിനകത്തെല്ലാം വ്യത്യാസം വരും. പൊതുവായിട്ട് പറയുന്നത് കേട്ടോ. ഭരണി, തൃക്കേട്ട, ഉത്രട്ടാതി, അനിഴം, ആയില്യം, മകയിരം, ചിത്തിര, ഉത്രാടം, ഉണർദം, പൂയം, ഇത്തരം നാളുകാർക്ക് ഈ സന്താനങ്ങളെ കൊണ്ട് പലപ്പോഴും ചിലർക്ക് വലിയ കാര്യമായിട്ടുള്ള ദുഃഖം അല്ലേ പോലും, ചിലർക്ക് ആവശ്യമില്ലാത്തത്, ചിലപ്പോൾ സന്താനങ്ങളെ കൊണ്ട് വിഷയമില്ലാത്തവരാണെങ്കിൽ പോലും ഇവരുടെ മനസ്സിൽ എന്തെങ്കിലും കൊണ്ട് ദുഃഖമായിരിക്കും. അത് ഒരു പരിധിവരെ ഇവർ വിചാരിച്ചാൽ മാറ്റാമെന്നുള്ളതേ ഉള്ളൂ. ഇവരുടെ ശ്രദ്ധ മറ്റ് കാര്യങ്ങളിലേക്ക് കൊടുക്കുക. ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ഇരുന്ന് രാമായണം വായിക്കുക, അല്ലെ ഭാഗവതം വായിക്കുക, അല്ലെ കുട്ടികൾക്ക് ഈ മാതൃസമിതികളൊക്കെ ഉണ്ടല്ലോ പലയിടത്തും. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഈ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അമ്മമാരാണേലും അച്ഛന്മാരാണേലും. അങ്ങനെ ഈ സമയം വേറെ കാര്യങ്ങൾക്ക് വേണ്ടി തിരിച്ചു വിടുക, ചുമ്മാ ചിന്തിക്കാതെ. അങ്ങനെ ഒരു പരിധി വരെ ഒഴിവാക്കുക. പിന്നെ ചിലർക്ക് ചിലപ്പം സന്താനങ്ങളെ കൊണ്ട് ശരിയായിട്ടുള്ള ദുഃഖം അനുഭവിക്കുന്നവരും കാണും. അതിന് ചെയ്യാവുന്നത് അവർ ചൈതന്യം കൂടുതലുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോവുക. ഉണ്ണിക്കണ്ണൻ്റെ, അത് അമ്പലപ്പുഴയോ ആറന്മുളയോ അല്ലെങ്കിൽ ഗുരുവായൂരോ പോയി ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന് വെണ്ണ സമർപ്പിച്ച് പറയുക, പ്രാർത്ഥിക്കുക. പിന്നെ കുടുംബക്ഷേത്രത്തിൽ പോവുക, വലിയ മാറ്റം വരും. അതുപോലെ സർപ്പക്ഷേത്രത്തിലും പോവുക. സർപ്പക്ഷേത്രത്തിൽ പഞ്ചമിയുടെ അന്ന് പോകണം. കറുത്തമാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമിയുടെ അന്ന് സർപ്പത്തിന്, നാഗരാജാവിന് ഇഷ്ടനിവേദ്യം, പലയിടത്തും പലതാണ്, ഇഷ്ടനിവേദ്യം സമർപ്പിച്ച് ഒരു നെയ്വിളക്കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നല്ല മാറ്റം വരും. സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങളൊക്കെ വരും. പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ അന്ന് മാസത്തിൽ ഏതെങ്കിലും മാസത്തിൽ ഒരു വ്യാഴാഴ്ച പോവുക. വ്യാഴാഴ്ച പോകണം കേട്ടോ, അപ്പോഴാണ് ജീവിതം മാറുന്നത്. പിന്നെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം കഴിച്ച് ഈ സന്താനങ്ങളെ കൊണ്ടുള്ള കാര്യം പ്രാർത്ഥിച്ച് ആ പായസം കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക. ക്ഷേത്രത്തിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ കഴിക്കാൻ കൊടുക്കുക. പെട്ടെന്ന് മാറ്റങ്ങൾ വരും. പിന്നെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക വ്യാഴാഴ്ചകളിൽ. ഇതൊക്കെ നല്ല മാറ്റങ്ങൾ വരും. ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാം ഈശ്വരൻ വിചാരിച്ചാൽ നിമിഷ നേരം മതി മാറാൻ കേട്ടോ. സന്തോഷമായിരിക്കുക എല്ലാവരും. അതിനുവേണ്ടിയാണ് പറഞ്ഞായിരുന്നു. ഇതൊന്നും വലിയ ദോഷങ്ങളൊന്നുമില്ല, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇന്ന് ആൾക്കാർക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല. ജനിച്ച സമയവും ഒക്കെ വെച്ച് മാറ്റങ്ങൾ വരും. പിന്നെ ഈ നാളുകൾക്ക് മാത്രമേ പുത്രദുഃഖമോ അല്ലെങ്കിൽ സന്താന ദുഃഖമോ ഉള്ളതെന്ന് അർത്ഥമില്ല, മറ്റുള്ളവർക്കുണ്ട്. പക്ഷേ ഈ നാളുകാർക്ക് ചിലപ്പോൾ അത്തരം സാധ്യതകൾ ചിലർക്കെങ്കിലും കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കുക. ഇനി ചില നക്ഷത്രക്കാർക്ക്
അമ്മയോട് ഭയങ്കര സ്നേഹമായിരിക്കും. അമ്മയുടെ കയ്യിൽ ബാഗ് ഇരിക്കുന്നുണ്ട്, ബാഗ് മേടിച്ച് പിടിച്ചുകൊണ്ട് പോവുക. അമ്മ സാധനം മേടിച്ചുകൊണ്ട് വന്നാൽ അഞ്ഞതാ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവുക. ഭയങ്കര സ്നേഹമായിരിക്കും. എന്നാൽ ഇവർക്ക് തന്നെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അമ്മയായിരിക്കും ഏറ്റവും വലിയ ശത്രു. അങ്ങനെ ചില നക്ഷത്രക്കാരുണ്ട്. അതാരൊക്കെയാണെന്നറിയാമോ? ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി. ഒന്നുകിൽ ഇവർക്ക് അമ്മയോട് ഭയങ്കര സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ അമ്മയായിരിക്കും ഇവരുടെ ശത്രു. എന്ന് പറഞ്ഞാൽ ശത്രുതാ മനോഭാവം കാണും. ഈ രണ്ടിലൊരു സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇത് രണ്ടും അല്ലാത്തവരും ഈ നക്ഷത്രക്കാരിൽ ഉണ്ടാകാം. പക്ഷെ ഇത് ചെറിയൊരു സാധ്യതയാണ് പറഞ്ഞത്, അങ്ങനെ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നെ കാണാൻ വന്ന ചിലരുണ്ട് ഈ നക്ഷത്രക്കാർ. അപ്പം ഞാൻ വഴിപാടുകൾ പറഞ്ഞു കൊടുത്തു. ഒന്നും വലിയ സാരമുള്ള കാര്യങ്ങളൊന്നും അല്ലെന്നേ. നിങ്ങളെ കുടുംബദേവതാ ക്ഷേത്രം അറിയാൻ അവിടെ പോയി വഴിപാടുകൾ ചെയ്യുക. ശനിയാഴ്ച വൈകിട്ട് ശിവനൊരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച കൃഷ്ണന് പാൽപ്പായസം നടത്തിയിട്ട് അത് വെറുതെ പ്രായമുള്ളവർക്കോ അല്ലെ അനാഥർക്കോ അല്ലെ ആർക്കെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കുക. അല്ലെ വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് കഴിക്കാൻ കുഴപ്പമില്ല, പക്ഷേ കുട്ടികളോ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ കൊടുക്കുക, അല്ലെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുക. 1-ാം തീയതി കൃഷ്ണക്ഷേത്രത്തിൽ പോവുക. 1-ാം തീയതിയെക്കാട്ടും നല്ല വ്യാഴാഴ്ചയാണ്. ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി മാസത്തിലൊരു വ്യാഴാഴ്ച, അത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച തിരഞ്ഞെടുക്കാന്നല്ല, കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പോയി അവിടെ പാൽപ്പായസം ഭഗവാന് കൊടുക്കുക. വലിയ മാറ്റം വരും. ഇതൊക്കെ ഈശ്വരാധീനമുണ്ട്. എല്ലാം മാറാൻ അത് സമയമൊന്നും വേണ്ട. ചിക്കൻ ഉണ്ടാവണമെന്ന് ആർക്കും നിർബന്ധവുമില്ല. നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമെന്നും അല്ല ഞാൻ പറയുന്നത്. ചിലർക്കെങ്കിലും അത്ര അനുഭവങ്ങൾ ഉണ്ടാകാം. അതൊന്നും നമ്മൾ ഈശ്വരാധീനം കൊണ്ട് മാറാവുന്ന കാര്യമുള്ളൂ. വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. സന്തോഷമായിരിക്കുക കേട്ടോ. ഇനിയും പറയാൻ പോകുന്നത് മധ്യവയസ്സ് കൊണ്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നവരുണ്ട്. ഒരു മധ്യവയസ്സാകുമ്പോഴത്തേനും ജീവിതത്തിൽ നല്ല ഉയർച്ചയിലേക്ക് വരും. ഫസ്റ്റ് നക്ഷത്രം ഉത്രം, പൂരം, മകയിരം, ഉത്രാടം, ചോതി, അനിഴം. ഈ നക്ഷത്രക്കാർക്ക് മധ്യവയസ്സ് കൊണ്ട് ജീവിതത്തിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനിയും പറയുന്നത് വാർദ്ധക്യകാലത്ത് കൂടുതൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ വാർദ്ധക്യകാലത്ത് അവരുടെ നല്ല അനുഭവങ്ങളായിരിക്കും. അവരെ മക്കളൊന്നും ഉപേക്ഷിക്കാത്തില്ല. കഴിവതും അവർ നോക്കാൻ ആരെങ്കിലുമൊക്കെ കാണും. നല്ല അനുഭവങ്ങൾ കൂടുതലായിട്ടുണ്ടാകും വാർദ്ധക്യകാലത്ത്. അങ്ങനെ ചില നക്ഷത്രമുണ്ട്. മകയിരം. എന്തായാലും ഇവരെ മക്കളൊക്കെ നോക്കും, അതിലൊരു സംശയമൊന്നും വേണ്ട. ഇവർക്ക് വാർദ്ധക്യകാലത്ത് നല്ല കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ യോഗമുള്ളവരാണ്. ജനിച്ച സമയം അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. എങ്കിലും സാമാന്യമായിട്ട് പൊതുഫലമാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവരെ മാത്രം അങ്ങനെ ഉള്ളെന്നില്ല, പല നക്ഷത്രക്കാർക്കും വരാം. പക്ഷേ ഇവർക്ക് അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ മകയിരം, വിശാഖം. ഈ വിശാഖ നാളുകാർക്ക് വേണ്ടി മക്കൾ നല്ലതായിട്ട് ചിലപ്പോൾ സഫർ ചെയ്യാം. മക്കൾ നല്ലതായിട്ട് അവർക്ക് വേണ്ടി അവരെന്ത് ചെയ്താലും അവരെ നല്ലതായിട്ട് നോക്കാനുള്ള ഒരു ഇത് മക്കൾക്കുണ്ടാകാം. മകയിരം, വിശാഖം, രേവതി, കാർത്തിക, പൂരം, ഉത്രം, ഉത്രാടം, തിരുവാതിര, ചോതി, മകം, അനിഴം. ഈ നാളുകാർക്കൊക്കെ വാർദ്ധക്യകാലത്തോട് അടുക്കുമ്പോൾ കൂടുതൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം. മക്കളൊക്കെ നല്ലതായിട്ട് നോക്കാം. എന്ന് വെച്ചാൽ മക്കളെ നോക്കാതെ നടന്നിട്ട് മക്കൾ നോക്കുന്നില്ലെന്ന് പറയുന്നതിന് അർത്ഥമില്ല. നമ്മുടെ പ്രവൃത്തിയും കൂടെ നന്നായിരിക്കണം കേട്ടോ. അങ്ങനെ ഉള്ളവരുടെ കാര്യം പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു അനുഭവങ്ങൾ ഉണ്ടാകും കേട്ടോ. ഇപ്പം മക്കളെ നല്ലതായിട്ടൊക്കെ നോക്കിയതാണ്. എന്നുവെച്ചാൽ ഇപ്പം മക്കൾ പ്രായമാകുമ്പോൾ നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അവരുടെ ജോലി തിരക്കായിട്ട് പല രീതിയിൽ. പക്ഷേ ഈ നാളുകാരെയൊക്കെ കഴിവതും മക്കളെ ഏത് വിധേനയും അവരുടെ വിവരങ്ങൾ അന്വേഷിക്കും, അല്ലെങ്കിൽ അവർക്ക് കൈവിടത്തില്ല. അവരെ നോക്കാൻ അവിടെ ഏർപ്പാടുകൾ ചെയ്യും, അല്ലെങ്കിൽ അവർ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരും. എങ്ങനെയാണെങ്കിലും കണ്ണിലെ കൃഷ്ണമണി പോലെ ഓരോ കാര്യങ്ങളും ചോദിച്ച് വിളിച്ച് ശ്രദ്ധിച്ച് ഒക്കെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുള്ള ചില നക്ഷത്രക്കാരാണ്. ഇവർക്ക് മാത്രമേ അങ്ങനെ യോഗം ഉള്ളെന്നല്ല, അതിൽ ഈ പറഞ്ഞ ഒരു കെയറിങ് കൂടുതലായിട്ട് കിട്ടാൻ സാധ്യത കൂടുതലുള്ള ചില നക്ഷത്രക്കാരാണ്. ഇനിയും പറയാൻ പോകുന്നത് ആരൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ടോ അവിടെ പോയി ചാടുന്ന ചില പാർട്ടികളുണ്ട്. ഇപ്പം ഒരു അയൽപക്കക്കാർ പറഞ്ഞു ഇച്ചിരി സ്വർണം തരാമോ, ഭർത്താവ് അറിയാത്ത, പിന്നെ ഞങ്ങളത് തരാം. ഉടനെ എടുത്തു കൊടുക്കും, പിന്നെ ഈ സ്വർണം കിട്ടത്തുമില്ല. അങ്ങനെ ചില പാർട്ടികളുണ്ട്. എവിടെ പൈസ കൂടുതൽ കിട്ടുമെന്ന് പറയുന്നത് അവിടെ പോയി പണം ഇൻവെസ്റ്റ് ചെയ്യുക, സാമ്പത്തിക തട്ടിപ്പ് പോയി ചാടുക. ഇവർ ഈ സാമ്പത്തിക തട്ടിപ്പ് എവിടെ ഉണ്ടോ അത് ഇവരെ എങ്ങനെ അറിയുന്നത് എനിക്കറിയത്തില്ല. അവിടെ പോയി അങ്ങ് ചാടും. അതിന് പ്രത്യേക ഒരു കഴിവുള്ള ചില നക്ഷത്രക്കാരാണ്. കഴിവെന്നല്ല, കഴിവുകാരാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പൂയം വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടുകാരറിയാതെ ഒന്നും ചെയ്യരുത്. ചുമ്മാ അയൽവക്കക്കാർക്ക് എടുത്ത് സ്വർണം കൊടുക്കുക, അല്ലെങ്കിൽ ഇടനില ഒന്ന് ആർക്കെങ്കിലും പൈസ മേടിച്ചു കൊടുക്കുക, ഈ പരിപാടിയൊന്നും ചെയ്യരുത്.
വീട്ടുകാരുമായിട്ട് ആലോചിച്ച് എന്തുണ്ടെങ്കിലും ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അവസാനം നിങ്ങൾ ഒറ്റപ്പെടും. പൂരം ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ അവിടെ കൊണ്ട് പൈസ കൊടുക്കുക. ഒരു ഗൾഫ് കേസ് കേട്ടായിക്കോട്ടെ, അന്വേഷിക്കാതെ കൊണ്ട് പൈസ കൊടുക്കുക. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിക്കുമ്പം പിന്നെ വീട്ടുകാരറിയാതെ പൈസ കൊടുക്കുക, സ്വർണ്ണം എടുത്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യരുത്. അത് ലാസ്റ്റ് അവസാനം നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. ശ്രദ്ധിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഇതെല്ലാം ഒഴിവാക്കുക. അതിനുവേണ്ടിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പലരും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ലത് മാത്രം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു തരുന്നത്. എന്ന് വെച്ചാൽ ഈ നാളുകാർക്കെല്ലാം അങ്ങനെ ഉണ്ടാകുമെന്ന് അർത്ഥമില്ല. പൊതുവായിട്ടുള്ള ഫലമാണ് പറയുന്നത്. ജനിച്ച സമയം അനുസരിച്ച് ഇതെല്ലാം വ്യത്യാസം വരും. അങ്ങനെ മനസ്സിലാക്കുക. സാമാന്യ ഫലമാണ് പറയുന്നത് കേട്ടോ. പൂയം, പൂരം, മൂലം, ഭരണി, തൃക്കേട്ട, പൂരാടം, പുണർദം ഈ നാളുകാർ വളരെ ശ്രദ്ധിക്കണം. ഇടനില നിന്ന് പൈസ മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്വർണം വീട്ടുകാരറിയാതെ കൊടുക്കുക, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ പൈസ അന്വേഷിക്കാതെ പൈസ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. തട്ടിപ്പുകളിൽ പോയി ചാടരുത്. ശ്രദ്ധിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഈ നക്ഷത്രക്കാർ മാത്രമേ തട്ടിപ്പുകളിൽ ചാടത്തുള്ളതിന് അർത്ഥമില്ല. ഈ നക്ഷത്രക്കാർക്ക് അത്രയും സാധ്യതകൾ കൂടുതലാണ്. ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. ഇവർക്ക് അങ്ങനെയുള്ളൊരു സാധ്യത കൂടുതലാണെന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ നക്ഷത്രക്കാർക്ക് എല്ലാവരും അങ്ങനെ തട്ടിപ്പിൽ ചാടുമെന്ന് അർത്ഥമില്ല. അവരൊക്കെ ജനിച്ച സമയം അനുസരിച്ച് എല്ലാം വ്യത്യാസം വരും. ഇത് പൊതുഫലമാണ് പറയുന്നത്. എങ്കിലും അറിയുന്നതുകൊണ്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഒരു ദോഷം വരത്തില്ല, ഗുണമേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.